വയനാട് പൂക്കോട് സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഒരു പ്രതി കൂടി കസ്റ്റഡിയിലായിരിക്കുന്നു. കോളേജ് യൂണിയൻ ചെയർമാൻ അരുൺ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു. വിവരങ്ങളുമായി ദീപക് മോഹൻ ചേരുന്നു. ദീപക്, എപ്പോഴാണ്, അതായത് ഇപ്പോൾ ഒന്നാം പ്രതിയെ, മുഖ്യപ്രതിയെ ഇന്ന് അറസ്റ്റ് ചെയ്തിരുന്നു, അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു പ്രതി കൂടി കീഴടങ്ങിയിരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? പൂക്കോട് സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഇപ്പോൾ ഒരു പ്രതി കൂടി കസ്റ്റഡിയിലായിരിക്കുകയാണ്. കോളേജ് യൂണിയൻ ചെയർമാൻ അരുണാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്നത്. ഇന്ന് അതായത് കേസിലെ മുഖ്യപ്രതിയെ ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. ഏകദേശം 4 പേരാണ് നിലവിൽ ഇപ്പോൾ അറസ്റ്റിലുള്ളത്. തുടർന്നാണ് ഇപ്പോൾ ഒരാൾ കൂടി ഈ ഒരു വിഷയത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു കേസിൽ കീഴടങ്ങിയിരിക്കുന്നത്. അപ്പോൾ തുടർന്നും, അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഇന്ന് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഗവർണർ അടക്കം ഈ വിഷയത്തിൽ ഇടപെടുകയും പ്രത്യേക സംഘത്തെ രൂപീകരിക്കണം, അന്വേഷണ സംഘത്തെ രൂപീകരിക്കണമെന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു പ്രതിയാകുന്ന, അല്ലെങ്കിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ഒരാൾ കൂടി ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം ദീപക് ചേരുന്നു. ദീപക്, എപ്പോഴാണ് ഇയാൾ കീഴടങ്ങിയത്? എന്താണ് വിശദാംശങ്ങൾ? ഷഫീഖ്, വെറ്റിനറി കോളേജ് വയനാട് വൈത്തിരി പൂക്കോട് വെറ്റിനറി കോളേജ് മർദ്ദനവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഒരു പ്രതി കൂടി പോലീസ് കസ്റ്റഡിയിലായിരിക്കുകയാണ്. നേരത്തെ, അതായത് ഇന്നലെ 6 പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവരെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്ന് രാവിലെ റിമാൻഡ് ചെയ്തു. അതിനിടയിൽ ഇന്ന് രാവിലെ പാലക്കാട് നിന്ന് മറ്റൊരു പ്രതി കൂടി അറസ്റ്റിലായിരുന്നു. അഖിൽ എന്ന ഈ സിദ്ധാർത്ഥനെ ക്രൂരമായി പീഡിപ്പിച്ച മറ്റൊരു പ്രതി കൂടിയായ അഖിലിനെ പാലക്കാട് നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അതിനിടെയാണ് വൈകിട്ടോടുകൂടി ഈ വെറ്റിനറി കോളേജ് മർദ്ദനവുമായി ബന്ധപ്പെട്ട് കോളേജ് യൂണിയൻ ചെയർമാൻ ആയ അരുൺ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ കീഴടങ്ങിയത്. ഇയാൾ മാനന്തവാടി സ്വദേശിയാണ്. വയനാട് മാനന്തവാടി സ്വദേശിയായ കോളേജ് യൂണിയൻ ചെയർമാൻ അരുണാണ് ഇന്ന് വൈകിട്ടോടുകൂടി കൽപ്പറ്റ ഡിവൈഎസ്പി അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ കീഴടങ്ങിയിട്ടുള്ളത്. ഏതായാലും ഇതുവരെ 8 പ്രതികളെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം നേരത്തെ കോളേജ് അധികൃതർ സസ്പെൻഡ് ചെയ്ത 12 പ്രതികൾക്കായുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. അതിനിടയിലാണ് മറ്റ് 8 പേർ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. സിദ്ധാർത്ഥിനെ കോളേജ് ഹോസ്റ്റലിലും അതുപോലെ തന്നെ ഹോസ്റ്റൽ പരിസരത്തും വെച്ച 25-ലധികം വരുന്ന സംഘം ക്രൂരമായി മർദ്ദിച്ചുവെന്നും അതോടൊപ്പം പീഡിപ്പിച്ചുവെന്നുമുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അതിനിടയിലാണ് പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചത്. അതിനിടയിലാണ് ഇപ്പോൾ 8 പ്രതികൾ ആണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലുള്ളത്, പോലീസ് കസ്റ്റഡിയിലെടുത്ത അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ, അതായത് നാളെയും മറ്റുള്ള ദിവസങ്ങളിലും കൂടുതൽ പ്രതികൾ അറസ്റ്റിലാവുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിച്ച വിവരം. കാരണം കൽപ്പറ്റ ഡിവൈഎസ്പി TN സജീവന്റെ കീഴിലുള്ള നേതൃത്വത്തിലുള്ള 20 അംഗ അന്വേഷണ സംഘങ്ങൾ കേരളത്തിലെ പല ജില്ലകൾ കേന്ദ്രീകരിച്ചും ഈ പ്രതികളുടെ വീടുകളും കേന്ദ്രീകരിച്ചും അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും. ഷഫീഖ്. അതെ, സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഇപ്പോൾ ഒരു പ്രതി കൂടി കീഴടങ്ങിയിരിക്കുകയാണ്.